സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും വായ്പ അപേക്ഷിച്ചതിന്റെ പേരിൽ കബളിപ്പിക്കപ്പെട്ടതായി പരാതി. 19 ലക്ഷത്തോളം രൂപ വായ്പ അനുവദിക്കുകയും എന്നാൽ തുക നൽകാതെ വഞ്ചിച്ചുവെന്നുമാണ് പരാതി. ഇത് സംബന്ധിച്ച് കോഴിക്കോട് തിരുവണ്ണൂർ സ്വദേശി അഭിലാഷാണ് തടക്കാവ് പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ മാസം 1-ാം തീയതിയാണ് തിരുവണ്ണൂർ സ്വദേശി അഭിലാഷിന് കോഴിക്കോടുള്ള സ്വകാര്യ ധനകാര്യ ഇടപാട് സ്ഥാപനത്തിൽ നിന്ന് 19 ലക്ഷം രൂപ വായ്പ അനുവദിച്ചുകൊണ്ടുള്ള അറിയിപ്പ് ലഭിക്കുന്നത്. ഇതിനായി ചെക്ക് ഉൾപ്പെടെയുള്ള രേഖകൾ നേരത്തെ സമർപ്പിച്ചിരുന്നു. 30 വർഷത്തേക്കുള്ള വായ്പന്മേൽ 8% പലിശയിൽ 18,400 രൂപയായിരുന്നു തിരിച്ചടവ് തുക. എന്നാൽ സർവീസ് ചാർജും ആദ്യ വായ്പാ തുകയും ഉൾപ്പെടെ 31,000-ഓളം രൂപ വായ്പാ തുക അനുവദിക്കാതെ തന്നെ ധനകാര്യ സ്ഥാപനം ഇയാളിൽ നിന്ന് കൈപ്പറ്റിയതായാണ് ആരോപണം. അവർ നമ്മുടെ അക്കൗണ്ടിലേക്ക് 1 രൂപ പോലും നിക്ഷേപിച്ചിട്ടില്ല. കൂടാതെ അതിൻ്റെ പ്രോസസ്സിംഗ് സർവീസ് ചാർജ് എന്ന് പറഞ്ഞിട്ട് 13,050 രൂപയാണ് എൻ്റെ അക്കൗണ്ടിൽ നിന്ന്, കാനറ ബാങ്കിലെ അക്കൗണ്ടിൽ നിന്ന് ചെക്ക് ഉപയോഗിച്ച് അവരെടുത്തിട്ടുള്ളത്. 4/7 ഈ എമൗണ്ട് എടുത്തിട്ടുള്ളത്. കൂടാതെ ഈ മാസം 2-ാം തീയതി മാസത്തെ EMI, മാസത്തെ തവണ എന്ന് പറഞ്ഞിട്ട് 19,000 രൂപയുടെ അടുത്ത് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുക്കുകയും ചെയ്തു. 1 രൂപ പോലും എനിക്ക് ലോൺ തരാതെയാണ് ഇത്രയും വലിയൊരു തുക എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് നടക്കാവ് പോലീസിൽ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് അഭിലാഷ് പറയുന്നു. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് അഭിലാഷ്. റിപ്പോർട്ടർ, കോഴിക്കോട്.